പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജൂൺ 20 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന്
നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട് ഈശോയെ. രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷനുമായി, ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട് ഈശോ. ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ. ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ. ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട് ഈശോയെ. അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ നമ്മൾ ഞെട്ടിച്ച് കളയും ബൈബിളിൽ. അത് മലയാളത്തിനേക്കാളുപരി സാധാരണഗതിയിൽ മലയാളം ട്രാൻസ്ലേഷനൊക്കെ വരുന്നൊരു വിഷയം മലയാളത്തിന് ഒരു ജീവിതത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ കൊളോണിയൽ ചിന്തകൾക്ക് നമ്മൾക്ക് നല്ല അടിമത്തമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതായത് നമ്മുടെ കോളനി യജമാനന്മാർ എന്ത് പറയുന്നു അതനുസരിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന, അത് ബൈബിളിൻ്റെ തർജ്ജിമകളിലും അതൊക്കെ വരും, അറിയാതെ വരും. എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന തർജ്ജിമകളുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്ന തർജ്ജിമകളുണ്ട്. നിങ്ങൾ കൃപാസനത്തിൻ്റെ പ്രേക്ഷിതർ പോകുമ്പോൾ എപ്പോഴും ഓർക്കുക, കൃപാസനം വചന വിശകലനം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അറിയാൻ എന്താണ്, അത് ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്നതാണ്. ജീവിതത്തിൽ പൊരുതുന്ന മനുഷ്യൻ മുറിവുകൾ വകവെക്കാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി അവന് ആവേശവും ഇന്ധനവും യുദ്ധസ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഗോലിയാത്തിനെ കൊല്ലണതിന് മുമ്പേ ദൈവം ഗോലിയാത്തിനെ കൊല്ലാൻ ഏൽപ്പിച്ച ആരെയാണ് ഏൽപ്പിച്ചത്? യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോയവനാണ്. ഞാൻ പലപ്പോഴും ഞാൻ എന്താ സംസാരിക്കണമെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒതുക്കണം, നീ ദാവീദാണ്, നിൻ്റെ പണി യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോവുകയാണ്. കാര്യം യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് അപ്പവും കൊണ്ടുപോകും. അവനെയാണ് ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. ഞാനിത് പറയണത് എന്താ അറിയാം, ഞാനെപ്പോഴും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബൈബിൾ നോക്കത്തുള്ളൂ. കാര്യം എൻ്റെ മിഷൻ അതാണ്. ഓരോരുത്തർക്കും ഓരോ മിഷനല്ലേ. ഉദാഹരണത്തിന് ഈ എഫേസ്യൻസ് വായിച്ച്, എഫേസ്യൻസ് 4:29 വായിച്ച്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അവരുടെ കേൾവിക്കാരുടെ ഉന്നതിക്കുതകുന്ന വിധമായിരിക്കണം കർത്താവിൻ്റെ വചനവും. അല്ലെങ്കിൽ നിങ്ങളൊരാളെ കാണുമ്പോൾ അയാളെ സുവിശേഷത്തിലേക്ക് ക്ഷണിക്കുന്നതും കർത്താവിൻ്റെ വിശ്വാസം കൈമാറണതും കർത്താവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതുമെല്ലാം അതിലെന്താണ്. പക്ഷെ അത് ഇംഗ്ലീഷ് തർജ്ജിമ എന്താ വെച്ചാൽ ഭയങ്കര രസമാണ്. അതായത് യൂസ് ഹെൽപ്ഫുൾ വേർഡ്സ്. എന്തിനു വേണ്ടി? ടു ബിൽഡിങ് അതേഴ്സ് അപ്പ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് എന്നാണ് ഉന്നതി എന്നല്ല കിടക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളെ നോക്കിയിട്ട് കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം അവർക്ക് പ്രയോജനകരമായ രീതിയിൽ അവർക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇരിക്കണം നമ്മൾ പത്രം കൊണ്ട് പോകുമ്പോഴും, അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവരുടെ ആവശ്യം വിവേചിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാനോ
ഉടമ്പടിയുടെ ഉപദേശങ്ങൾ നൽകുവാനും. കാര്യം ഇപ്പോൾ ഒത്തിരി പേര് ഉടമ്പടി ഒരു പുതിയ സബ്ജക്റ്റ് ആയത് കാരണം ആൾക്കാർക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. അതുതന്നെയാണ് സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ആൾക്കാരിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ. അപ്പോൾ കാര്യം അങ്ങനെ ചെയ്യുന്ന ആയിരങ്ങളുണ്ട് ശരിക്കും സുവിശേഷ വേല ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ഓർത്തേക്കുന്ന ഇതാണ്, മറ്റുള്ളവരുടെ നീഡ്സ്, കർത്താവിൻ്റെ വചനത്തിലില്ലേ, ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. 2 കൊരിന്തോസ് 1:4 ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. പ്രേക്ഷിതരുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ ഉടമ്പടിയെ നിങ്ങളുടെ അതാത് ദിവസത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്, മറ്റുള്ളവരുടെ ട്രബിൾസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയോ നമുക്ക് കൊണ്ടുപോകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയോ ചെയ്തുകൊണ്ട് അവരെ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. എന്തിന്? ദൈവനാമത്തിൽ. അപ്പോൾ നമ്മൾ ദൈവനാമത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന ഉപദേശം പോലും ഫലിപ്പിക്കുന്നത് ആരാ? ദൈവമാണ്. അയ്യോ ഞാനെന്ത് പറയാനാണെന്നല്ല, എന്നിലൂടെ കർത്താവ് എന്ത് പറയും. അപ്പം നമ്മൾ പറയണത് നീ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് അവർക്കത് പ്രയോജനമായിട്ട് മാറും. ഇതിനകത്ത് എന്താ കാര്യത്തിൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ഒരാളോട് സംസാരിച്ച് അയാൾക്ക് ആശ്വാസം ഉണ്ടാകണം അല്ല വിഷയം. നമ്മളോട് സംസാരിച്ച് തീരുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് വലിയ കഴമ്പോ കാമ്പോ ഇല്ലെങ്കിൽ പോലും അവർക്കൊരു ആന്തരിക ശക്തി ലഭിക്കും. അതാര് കൊടുക്കുന്നതാണ്? ദൈവം കൊടുക്കുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.